നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങൾ നിറഞ്ഞ ഒരു വീഡിയോ ഉണ്ട്. പോലീസിനെ ആക്രമിക്കുന്ന ആക്രമി പെണ്ണാണ് പോലീസിന് മുന്നിൽ കിടന്ന് നടത്തിയ ഷോ. വനിതാ പോലീസ് ഉദ്യോഗസ്ഥ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ ഷോ കാണിച്ച പെണ്ണൊരുത്തിയെ പിടിച്ചുകെട്ടി പോലീസ് ജീപ്പിലാക്കാൻ പോലീസിന് കഴിഞ്ഞില്ല. ആക്രമണവും വായിൽ നിന്ന് വന്ന പൂരപ്പാട്ടുമൊക്കെ കേൾട്ട് നിൽക്കാനേ തൽക്കാലം പോലീസിന് ഗതിയുണ്ടായിരുന്നുള്ളൂ. പോലീസിന്റെയൊക്കെ ഒരു ഗതികേടെ അല്ലേ? കൊച്ചിയിൽ ലഹരിമൂത്ത നടുറോഡിൽ നാട്ടുകാരെയും പോലീസിനെ ആക്രമിച്ച യുവാവും സുഹൃത്തായ യുവതിയും ഏതായാലും അറസ്റ്റിലായിട്ടുണ്ട്. പാലാരിവട്ടം സ്വദേശിയും ഫുഡ് ഡെലിവറി പാർട്ണറുമായ പ്രവീൺ, കോഴിക്കോട് സ്വദേശിനിയും ഡിജെയുമായ റസ്ലി എന്നിവരാണ് അറസ്റ്റിലായത്. എന്തായാലും ഡിജെയുടെ പൂരപ്പാട്ട് ഒന്ന് കേൾക്കാം. പോലീസ് വന്നിട്ടേ ഉള്ളൂ, 5 ഗ്രാം കളക്ട് ചെയ്യാൻ. ഇതിനിടെ കരുവേലിപ്പടി ആർ.കെ. പിള്ള റോഡിൽ വാഹനങ്ങൾ കല്ലെറിഞ്ഞ് തകർത്ത മാനസിക വെല്ലുവിളിയുള്ള ആളാണെന്ന് പോലീസ് കണ്ടെത്തി. പാലാരിവട്ടം സാംസ്കാരിക ജംഗ്ഷനിൽ പാലാരിവട്ടത്ത് ഇന്നലെ രാത്രി 12 മണിയോടുകൂടിയാണ് നാട്ടുകാരെ ഒരു യുവാവും യുവതിയും ആക്രമിക്കുന്നുവെന്ന പരാതി തുടർന്ന് പോലീസ് എത്തിയത്. പോലീസിനെ കണ്ടതോടെ ആക്രമണം അവർക്ക് നേരെയായി. യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇതോടെ പോലീസ് വാഹനത്തിന്റെ ചില്ല് യുവതി അടിച്ചു തകർത്തു. ഇരുവരെയും കസ്റ്റഡിയിലെടുത്ത പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി. കഞ്ചാവ് കേസിൽ ഉൾപ്പെടെ ഇരുവരും പ്രതികളാണെന്ന് പോലീസ് പറഞ്ഞു. ഇതിനിടെയാണ് കരുവേലിപ്പടിയിൽ റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന 3 കാറുകളുടെയും ഒരു ഓട്ടോറിക്ഷയുടെയും ചില്ലുകൾ എറിഞ്ഞു തകർത്തായി കണ്ടെത്തിയത്. പുലർച്ചെ 4-ന് നടന്ന ആക്രമണത്തിന്റെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതോടുകൂടി തമിഴ്നാട്ടുകാരനായ മാനസിക വെല്ലുവിളിയുള്ള ആളാണ് ആക്രമണം നടത്തിയത് എന്ന് പോലീസ് സ്ഥിരീകരിച്ചു. പ്രദേശവാസികളായ വൈസ്, സൗഹാൻ, അജ്മൽ എന്നിവരുടെ കാറുകളുടെയും മുഹമ്മദ് ഷമീറിന്റെ ഓട്ടോയുടെയും ചില്ലുകളാണ് തകർത്തത്. ഇതിനിടെ കരുവേലിപ്പിള്ളിയിൽ തന്നെ മറ്റൊരു കാറിന്റെയും ചില്ല് അജ്ഞാതനായ ആൾ അടിച്ചു തകർത്തതായി പോലീസ് കണ്ടെത്തി.